സത്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമായിരുന്നു എന്ന് അടൂർ പ്രകാശാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടൂർ പ്രകാശ് ഇന്നലെ കോന്നി നിയോജകമണ്ഡലത്തിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ എത്തിയ ഉമ്മൻചാണ്ടി മറിയ ഉമ്മനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അത് അപ്പോൾ ആ ഒരു തുറന്നു പറച്ചിൽ ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ കോൺഗ്രസിനകത്ത്? ഇപ്പം നിലവിലിനി എല്ലാവരും ഇലക്ഷൻ്റെ ഒരു തിരക്കിലേക്ക് അങ്ങ് പോയി. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അതിനുള്ള പ്രത്യേകത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും പരമാവധി എങ്ങനെ ജയിക്കുക എന്നുള്ള ഒരു നട്ടോട്ടത്തിലാണല്ലോ. പുള്ളി പറഞ്ഞ മറിയെ തലവിധി ഇല്ലാതായി പോയി. അങ്ങനെ തലവിധി ഇല്ലാതായി പോയെന്നാണ് അങ്ങനെയാണ് പറഞ്ഞത്. മറിയ മത്സരിക്കേണ്ട ആളായിരുന്നു. അത് അല്ല, അവർക്ക് നാളെ മത്സരിക്കാമല്ലോ. അതെ, മറിയയ്ക്ക് തലവിധി ഇല്ലാതായി പോയി. മാത്രമല്ല, ഇടയ്ക്ക് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ചാണ്ടി ഉമ്മൻ അക്കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഒരു കുടുംബത്തിന് രണ്ടുപേരെ മത്സരിക്കേണ്ടതില്ല, ശരിയുമാണ് ഒരു പരിധി വരെ. അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം കോൺഗ്രസിൽ തന്നെ ഇപ്പോഴും സീറ്റ് കിട്ടാത്തവർ നിരവധിയുണ്ട്. എത്രയോ പേരുണ്ട്. MP-മാർക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ കലിപ്പ് വേറെയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കെ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരെ വീണ്ടും കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ശ്രീകണ്ഠൻ്റെ വൈഫിന് കൊടുത്തെന്നും പറഞ്ഞൊരു പ്രചാരണം ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അവർ നേരത്തെ രാഷ്ട്രീയക്കാരിയാണ് കേട്ടോ. അവർ തുളസി അവർ നേരത്തെ നേതാവ് തന്നെയാണ്. അവർ വനിതാ കമ്മീഷൻ അംഗം വന്നിട്ടുണ്ട്. നേരത്തെ അവർ മത്സരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണനെതിരെ നിയമസഭയിലേക്ക് അവർ മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ എന്തോ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണ തോന്നുന്നു അവർ മത്സരിച്ചിരുന്നു. അവർ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അങ്ങനെ പൊതുരംഗത്ത് വെച്ചാണ് അവർ പരിചയപ്പെടുന്നത്. അവർ വിവാഹം കഴിക്കുന്നതൊക്കെ തന്നെ അവർ രാഷ്ട്രീയ രംഗത്ത് അവർ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇപ്പോൾ മറിയമ്മനെ കുറിച്ചും അവർ ഉമ്മൻചാണ്ടിയുടെ മകളാണെങ്കിൽ പോലും നമ്മൾ പൊതുവേദികളിൽ രാഷ്ട്രീയ രംഗത്തൊന്നും അവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷേ മറിയയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് മുമ്പ് കണ്ടു. മറിയയുടെ നല്ല വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു മകളെന്നുള്ളതിൽ ഏതാണ്ടൊരു ഉമ്മൻചാണ്ടിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് മറിയ സംസാരിക്കുന്നത്. ഇപ്പം മറിയയുടെ ഭർത്താവ് അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു ചോദ്യം മറിയയ്ക്കോട് ചോദിക്കുമ്പോൾ ആങ്കർ ചോദിക്കുന്നു. മറിയ പറയുന്നു, എനിക്ക് മാതൃഭൂമിയിൽ ബിജു പങ്കജാണ് ചോദിക്കുന്നത്. അപ്പോൾ മറിയ പറയുന്നു, ഇങ്ങനെ 2021 അദ്ദേഹം 2020 ചേർന്നാണ്. അത് മണ്ഡലം പ്രസിഡൻ്റ് ആയതാണ്, നിയോജകമണ്ഡലം പ്രസിഡൻ്റ് ആയതാണ്. അപ്പയുള്ളപ്പോഴേ അറിയാം, അപ്പയോടൊക്കെ പറഞ്ഞിട്ടാണ് ചേർന്നിരിക്കുന്നത്. അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിന് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ മത്സരിക്കാൻ പോവുകയാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനതിനെ എതിർക്കാനൊന്നും പോയില്ല. അല്ല, വളരെ യുക്തമായ രീതിയിൽ ഈ മറിയ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആദ്യം രാഷ്ട്രീയത്തിൽ വന്നത് അച്ചു ഉമ്മനാണ്. അച്ചു ഉമ്മൻ എനിക്കറിയാം, ഞാനാണ് അന്ന് ആദ്യം ഒരു വാർത്ത കൊടുക്കുക. അച്ചു ഉമ്മൻ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുന്നു എന്നും പറഞ്ഞ് ഞാനാണ് ആദ്യം ഒരു വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ തൃശ്ശൂർ റിപ്പോർട്ടറാണ്, മംഗളത്ത്. അന്ന് ഈ അച്ചുവായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അച്ചു എന്നെ വിളിക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കന്ന് തോന്നിയത് ഈ അച്ചു എന്ന് KSUവിൻ്റെ സംസ്ഥാന നേതാവായിട്ട് വരുന്നു എന്നാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. അച്ചുവിന് ഒരു ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധവും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ ചാണ്ടി ഉമ്മൻ രംഗത്ത് വരുന്നത്. ചാണ്ടി ഉമ്മൻ നേരത്തെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ ലൈം ലൈറ്റിലേക്ക് വരുന്നത് ഡൽഹിയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹം അവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണ് അങ്ങനെ NSUവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരുന്നത്. എങ്കിൽ പോലും ഉമ്മൻചാണ്ടി മരണമടഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അതായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ മുന്നോട്ട് വന്നു. ഇപ്പം നമ്മളെ മനസ്സിലാക്കിയെടുത്തോളം മറിയ ഉമ്മൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങുന്നുണ്ടോ, അത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, എന്നുവെച്ചാൽ അവർക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ചിലപ്പോൾ അവരുടെ ലക്ഷ്യമായിരിക്കാം. അത് കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലമൊക്കെ അടുത്ത തവണ വരുന്നുണ്ട്. ആൻ്റോ ആൻ്റണിയൊക്കെ ഇപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് ആൻ്റോ ആൻ്റണിയൊക്കെ ഇനി മാറ്റാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 2029 ഒരു നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അത് വളരെ ഉണ്ട്. അത് ഒരു 90% തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അപ്പം ഈ പിന്നീട് എപ്പോഴെങ്കിലും മരിയയ്ക്ക് ഒരു സാധ്യത ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പം മരിയ ഇറങ്ങിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്ന, അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്ത് നേരിടേണ്ടി വന്ന ആ മാനസികമായിട്ടുള്ള പീഡനങ്ങളും ഇടത് സൈബർ ഹാൻഡിലുകളും CPM ചേർന്ന് അദ്ദേഹത്തെ
വളരെ വൃത്തികെട്ട ഒരു മനുഷ്യനായിട്ടല്ലേ ചിത്രീകരിച്ചത്. പിന്നെ അത് അങ്ങനെ അത്രയൊരു സ്വാധീനമായ മനുഷ്യനെ അതിൻ്റെ തിരിച്ചടി അവർക്ക് എല്ലാവരും കിട്ടുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഉപദ്രവിച്ചവർക്കെല്ലാം തന്നെ ദൈവം കൃത്യമായിട്ട് തിരിച്ച് പണി കൊടുക്കുന്നുണ്ട് എല്ലാവരും. അതെ, അപ്പം പ്രത്യേകിച്ചും മരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗണേഷിൻ്റെ മണ്ഡലത്തിൽ. അപ്പം അദ്ദേഹത്തിനെതിരെ അനാവശ്യ ആരോപണം ഉന്നയിക്കുകയും അതിനൊരാളെ ഇളക്കി വിടുകയും ചെയ്ത് ഗണേഷാണെന്ന് ഈ നാട് മുഴുവൻ വിശ്വസിക്കുന്നു, അവരങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം അപ്പയെ ഇത്രയും മോശമാക്കി, അത്രയും പ്രായം ചെന്നൊരു മനുഷ്യൻ ഇത്രയും മോശമാക്കി ഇറക്കിയ ആൾക്കാരെ അവിടെ ക്ഷമിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ നമുക്ക് അതിൽ ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യന് കിട്ടിയ ഒരു വലിയ വലിയ ഭാഗ്യം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് റിപ്പോർട്ട് വന്നു. രണ്ടാമത്തെ കാര്യം, കേരള ജനത അത് വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും അത് ആരും വിശ്വസിച്ചില്ല. എന്നും ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ ഉള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ വൃത്തികേടാണ്. അതൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിലും ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുക എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുന്നത് ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം അത് തന്നെയായിരുന്നു. പക്ഷേ അത് ശരിയായ നടപടിയായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും പിന്നെ മറിയ ഉമ്മൻ ചെങ്ങന്നൂർ മത്സരിക്കുന്നൊക്കെ നമ്മൾ പൊതുവെ പറഞ്ഞു കേട്ടിരുന്നു. അതെ, ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് എബി കുര്യാക്കോസ്. അതേ പഴയ കേസിൻ്റെ വലിയ നേതാവായിരുന്ന ആളല്ലേ. ചെങ്ങന്നൂർ കോൺഗ്രസ് ഒരു കാരണവശാലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമല്ല. കാരണം അത് സജി ചെറിയാൻ്റെ കയ്യിലായിപ്പോയി. ഇനി ടേം വ്യവസ്ഥ പ്രകാരം സജി ചെറിയാൻ മാറി നിന്നാൽ മാത്രം ഇനി അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ MLA ശോഭന ജോർജ് ആയിരിക്കാം കോൺഗ്രസ് ആയിരുന്നപ്പോൾ. ശോഭന ജോർജ് ആയിരുന്നു. അത് കഴിഞ്ഞ് വിഷ്ണുനാഥ് എനിക്കൊന്ന് 2 ടേം ഉണ്ടായിരുന്നു. വിഷ്ണുനാഥ് അതിനുശേഷം വിഷ്ണുനാഥ് പരാജയപ്പെട്ടു. പിന്നെ ഇദ്ദേഹം വന്നു, രാമേന്ദ്രൻ നായർ. അദ്ദേഹം പകുതിക്ക് വെച്ച് മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ ശേഷം സജി ചെറിയാൻ വരുന്നു. ഇത് സജി ചെറിയാൻ്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു 1/2 ടൈമേ ഉള്ളായിരുന്നു ഈ രാമേന്ദ്രൻ. പിന്നെ ഇത് 2ാമത്തെ ടൈം. 2 ടൈം ഇപ്പം ഫുള്ള് MLA ആയി കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയാൻ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനൊക്കെ അവർക്ക് കഴിയും. അപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അവർ കടക്കാനും കഴിയും. ഇനിയിപ്പോൾ അവർക്ക് ഭാരവാഹിത്വം വരും. പാർട്ടിയുടെ ഭാരവാഹിത്വം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ UDF അധികാരത്തിൽ വരുന്നതോടെ, അധികാരത്തിൽ വരുന്നതോടെ അവർക്ക് അർഹമായ ഒരു പരിഗണന കിട്ടും. അവർക്ക് പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു നല്ല ഭാരവാഹിത്വം കിട്ടും. കോൺഗ്രസിന്റെ ജീവിതം മാറ്റി വെച്ച ആളാണ് ഉമ്മൻചാണ്ടി. അതിന്റെ ജീവിതം ഹോമിച്ച ആളാണെന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസിന്റെ. അങ്ങനത്തെ ഒരാളിന്റെ മക്കൾക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റും ആരും കാണില്ല. അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് വനിതാ നേതാക്കളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് വനിതാ നേതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ 10 പേരുടെ മുന്നിൽ സംസാരിക്കാനും 10 പേരുടെ മുന്നിൽ നിന്ന് ആ പാർട്ടിയെ നയിക്കുന്നതിന് ഒരു കഴിവും ഉള്ളവർ കുറവാണ്. അത് ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ അപൂർവം പേരെ സ്ത്രീ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ളൂ. അതിപ്പോൾ ഏതായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വനിതാ മുഖം. അതാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ടത്. കാരണം NDTV അടക്കം ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇപ്പോൾ അവരാ പോകുന്നത്. അതെ, സംസാരിക്കുന്നത്. അല്ല, നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നേതാവൊക്കെ ആവുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനും കൂടെ പഠിച്ചിരിക്കണം. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം കാണില്ല. ഇംഗ്ലീഷ് കോച്ചിങ് ഇതിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെയെങ്കിലും പോയിട്ട് തയ്യാറാവണം. കാരണം നമ്മളെ പലരും പാർലമെൻറ്റിൽ പോയിട്ട് അവകാശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു ആവശ്യമാണ്. അപ്പം അച്ചുമ്മനാണെങ്കിലും മറിയമ്മയാണെങ്കിലും ചാണ്ടിയുമാണെങ്കിലും എല്ലാം ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെയാണ്. അപ്പം മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിദേശത്തൊക്കെ നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ MLA ചെന്ന് അവിടെയുള്ള നമ്മുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടി ചർച്ച നടത്താനൊക്കെ വരുമ്പം അവിടെ നിന്ന് വരുന്നവർക്ക് മലയാളം അറിയില്ലല്ലോ. അവരുടെ അടുത്ത് കൃത്യ ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ബ്രിട്ടാസിനെയും കൂട്ടിയാണ്. അതെ, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തായാലും കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് മകൾ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷം നൽകുന്ന തീർച്ചയായും ഒരു കാര്യമാണ്. കഴിവുണ്ടെങ്കിൽ ഇപ്പം മക്കളുടെ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് കഴിവുണ്ട്. ഇപ്പം നമുക്കറിയാം ഗണേഷ് കുമാർ മക്കളുടെ രാഷ്ട്രീയമാണ്. പക്ഷേ അയാൾ നല്ല മിടുക്കനായ ആളാണ്. മാത്രമല്ല മുരളീധരൻ രാഷ്ട്രീയ കാലത്ത് ഇത്രയും തെറിവിളിയാട്ടം മറ്റൊരു നേതാവില്ല. കാരണം പക്ഷേ ആദ്യമൊക്കെ പുള്ളി ഭയങ്കര പാഴായിരുന്നു. പക്ഷെ പിന്നീടാണ് കേരളത്തിലുള്ളതിൽ ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചത് മുരളീധരനാണ്. ഒന്നുമല്ല, ഇന്ദിരാഭവന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, മുരളീധരൻ KPC പ്രസിഡന്റ്, അതൊരു ചെറിയ 2 നില കെട്ടിടം വരുന്നത് ഇത്രയും വലിയൊരു പ്രസ്ഥാനം പോലത്തെ വലിയ കെട്ടിടമാക്കി എടുത്ത ആള് മുരളീധരൻ. അല്ല, മിക്ക ജില്ലകളും രാജീവ് ഭവൻ വന്നിരിക്കുന്നത്, അതായത് DCC ഓഫീസുകൾ വന്നിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ കാലത്താണ്. മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ്. പിന്നെ ഒറ്റ നിർഭാഗ്യം മാത്രമേ പുള്ളിക്ക് ഇത് ഉണ്ടാവും. പുള്ളി മന്ത്രിയായെങ്കിലും ഇരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. MLA ആകാൻ പറ്റാതെ അന്ന് വൈദ്യുതി മന്ത്രി മന്ത്രിയായിരുന്നു. പക്ഷെ അന്ന് അവരെടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ അബദ്ധമായി പോയത് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലാക്കി. കരുണാകരന് പോലും പാർട്ടി വിട്ട് പോയത് അബദ്ധമായി എന്ന് മനസ്സിലായ സന്ദർഭമാണല്ലോ. പിന്നെ അത് ഭരണം ഉള്ളപ്പോഴും അത് MLA ആയെങ്കിലും മന്ത്രിയാക്കിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു നേതാവ് കോൺഗ്രസിൽ ഒരു
പ്രമുഖ നേതാവിൻ്റെ മകൾ കൂടി രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണ്. മറിയ ഉമ്മന് കഴിവുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുമെങ്കിൽ അവർ മുന്നോട്ട് പോട്ടെ, അത്രയേ ഉള്ളൂ.